Hello guys, welcome back to another video. 55-ന്റെയും A35-ന്റെയും ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ A35 A55-ന്റെയും ഒരു സെപ്പറേറ്റ് റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് തമ്മിലുള്ള വ്യത്യാസം, മേജർ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഇതാണ് സാംസങ്ങിന്റെ A55, ഇത് A35. രണ്ടിൻ്റെയും ഏകദേശം ലുക്ക് വൈസ് സെയിം ആണ്. പക്ഷേ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് A55 വരുമ്പോഴത്തേക്കും ബ്രഷ്ഡ് അലുമിനിയത്തിൻ്റെ ഒരു സപ്പോർട്ടാണ്. അലുമിനിയം ഫ്രെയിം പ്ലസ് ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഗൊറില്ല ഗ്ലാസിൻ്റെ വിക്ടസ് പ്ലസും ഗൊറില്ല ഗ്ലാസ് വിക്ടസുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. A35 വരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് ബോഡിയാണ്. വെയിറ്റും വരുമ്പോഴേക്കും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. A55 കുറച്ചുകൂടി വെയിറ്റ് വരുന്നത്, കാരണം ഇത് മെറ്റാലിക് ബോഡിയും ഇത് പ്ലാസ്റ്റിക് ബോഡിയും. 55 212 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നതെങ്കിൽ A35 വരുമ്പോഴത്തേക്കും 209 ഗ്രാം മാത്രമാണ് വെയിറ്റ്. ഫ്രണ്ടിലെ സ്ക്രീൻ ഓൾമോസ്റ്റ് സെയിം ആണ്. 1000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസും അതുപോലെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സൂപ്പർ AMOLED-ന്റെ ഡിസ്പ്ലേ HDR10+ന്റെ പെർഫോമൻസ് ഇതൊക്കെ എല്ലാം സെയിം ആണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വരുമ്പോഴേക്കും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ആണ് രണ്ടിൻ്റെയും ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ A55 മാത്രമാണ് ഗൊറില്ല ഗ്ലാസിന്റെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നത്. A35 വരുമ്പോഴേക്കും പ്ലാസ്റ്റിക്കിന്റെ ഒരു ഡിസൈനാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടിലും നാനോ സിം ആണ്, രണ്ടും ഈ ഡ്യുവൽ സിം സപ്പോർട്ടഡ് ആണ്. രണ്ടിലും ഹൈബ്രിഡ് ടെക്നോളജിയാണ് കൊടുത്തിട്ടുള്ളത്. IP57 വാട്ടർ റെസിസ്റ്റന്റ് രണ്ടും സെയിം ആണ്. സ്ക്രീനിന്റെ സൈസ് രണ്ടും 6.6 ഇഞ്ചിന്റെ സ്ക്രീനാണ് രണ്ടിലും കൊടുത്തിട്ടുള്ളത്. അതിൽ ആ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് വലിയ മാറ്റമില്ല. പ്രോസസ്സറിന്റെ കാര്യം വരുമ്പോഴേക്കും രണ്ടിലും എക്സിനോസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ A55 വരുന്നത് എക്സിനോസിന്റെ 1480 4nm ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ A35 വരുമ്പോഴേക്കും എക്സിനോസിന്റെ 5nm 1380 ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടും Android 14 ആണ് വരുന്നത്. One UI രണ്ടും 6.1 ആണ്. ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഏകദേശം സെയിം ആണെങ്കിലും പെർഫോമൻസ് ലെവൽ കുറച്ചുകൂടി A55 ബെറ്റർ ആയിട്ട് നിൽക്കുന്നു. ലുക്ക് വൈസ് പിന്നെ ഇതിന്റെ ഫിനിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും A55 ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ പറയുന്ന എല്ലാ അത്യാവശ്യം വേണ്ടുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് A35 കിട്ടുന്നുണ്ട്. 55 വരുമ്പോഴത്തേക്കും സ്റ്റോറേജിന്റെ കാര്യം 128GB 8GB RAM, 256GB 8GB RAM, 56GB 12GB RAM ഇങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് A55 അവൈലബിൾ ആണ്. പക്ഷേ 35 വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ 128GB 8GB 256GB 8GB രണ്ട് ഓപ്ഷനാണ് വരുന്നത്. പിന്നെ വരുന്ന മേജർ ഡിപ്പാർട്ട്മെന്റ് ആണ് ക്യാമറ സിസ്റ്റം വരുന്നത്. ക്യാമറയിൽ ചെറിയ മാറ്റങ്ങൾ ഇതിൽ തമ്മിലുണ്ട്. രണ്ടിലും കൊടുത്തിരിക്കുന്നത് മെയിൻ ക്യാമറ 50 MB മെയിൻ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ടും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഫേസ് ഡിറ്റക്ഷൻ, ഓട്ടോ ഫോക്കസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് A55 കൊടുത്തിരിക്കുന്നത് 12 MB f2.2 അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ A35 വരുമ്പോഴേക്കും അത് 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് 2.2 അപ്പർച്ചറിന്റെ കൊടുത്തിട്ടുള്ളത്. പിന്നെ മാക്രോ രണ്ടിലും കൊടുത്തിരിക്കുന്നത് 5 MB മാക്രോ ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് സൈഡിലായിട്ട് ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറ വരുമ്പോഴത്തേക്ക് അവിടെയും വ്യത്യാസം വരുന്നുണ്ട്. A55 32 MB സെൽഫി ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ 13 MB ക്യാമറയാണ് A35 കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് 55 ആകുമ്പോഴേക്കും 4K വീഡിയോസും 1080p വീഡിയോസും ഒക്കെ 30ലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും A55 എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ A35 30 ഫ്രെയിം പെർ സെക്കൻഡിൽ 1080pയും 4Kയും വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ A35യും A55യും തമ്മിൽ വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് ലെവലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 55ന്റെ AnTuTu സ്കോർ വരുന്നത് 6 lakh ആണ്. 6,35,000 ആണ് അടുത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ 35ന്റെ AnTuTu സ്കോർ വരുന്നത് 6,03,000 അടുത്താണ് A35 വരുന്നത്. സോ പെർഫോമൻസ് ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് A55 ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ കമ്പാരിസൺ വരുന്നത്. ഇതിന്റെ മേജർ കമ്പാരിസൺ വരുന്നത്. ഫോൺ ലുക്ക് വൈസ് ഒക്കെ ഏകദേശം സെയിം, കാണാനൊക്കെ ഒരുപോലെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ രണ്ടിന്റെയും ഫീൽ, ഇൻഹാൻഡ് ഫീൽ ഡിഫറെന്റ് ആണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടി പ്രീമിയം ഫീൽ നമുക്ക് A55 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റേ ക്യാമറ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ, പിന്നെ ഇതിൽ വരുന്ന പ്രോസസ്സർ, ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ A55 വിന്നർ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ AI ഫീച്ചേഴ്സ് ആയിട്ടുള്ള മറ്റേ സർക്കിൾ ടു സെർച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ ഇത് രണ്ടിലും വരുന്നുണ്ട്. ഓഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സാംസങ് സ്മാർട്ട് കഫേയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.